ഹായ് ഓൾ. അപ്പോൾ ഞാൻ സർജറിക്ക് പോണതിൻ്റെ മുന്നിലുള്ളൊരു വീഡിയോ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഇതുപോലെ ഇന്നെപ്പോലെ അറിയാതെ പോയാലുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കൂടി അതിന് ചെയ്തത്. അതങ്ങനെ തന്നെ നല്ലപോലെ ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ കമൻറ്റ് വായിച്ചപ്പോൾ ഫുള്ള് ഈ സർജറി ഇനി ചെയ്യാൻ നിൽക്കണവരെ ആണുള്ളത്. അപ്പോൾ കുറേ ഈ സർജറി ചെയ്തവരുണ്ട്, പിന്നെ ചെയ്യാൻ നിൽക്കണവരുണ്ട്, വീഡിയോ കണ്ടിട്ട് അറിഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അതായത് എൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞപ്പോൾ അതുപോലെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നി എനിക്ക് മെസ്സേജ് അയച്ച കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ലപോലെ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കണം. ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ അതിന് ഞാൻ ആ വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ഇനിയും സർജറി ചെയ്യാൻ കുറേ പേര് നിൽക്കുന്നുണ്ട്. അടുത്ത മാസം, അടുത്ത വർഷം അങ്ങനെയൊക്കെ സർജറി ചെയ്യാനുള്ളവരുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സർജറി ചെയ്യാനുള്ളവർക്ക് എന്തൊക്കെയാണ് സർജറി ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറേ കുട്ടികൾക്കൊക്കെ ഇപ്പോഴും മറ്റേ ജോ സപ്പോർട്ടും ബ്രേസസൊക്കെ ഇട്ടിട്ട് ഈ പ്രശ്നം സോൾവ് ആയി എന്നൊക്കെ പറയുന്നത് കേട്ടു. അതുപോലെ ഞാൻ എന്തിനാണ് സർജറി ചെയ്തതെന്നും ഞാൻ സർജറിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർക്ക് ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലായിട്ട് ലിങ്ക് ഞാൻ കൊടുക്കുക, നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ എനിക്ക് ബാക്കി പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ ആഡ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്യണം. ഈച്ചോനെ റൂമിലാക്കി അവനെ എണീച്ചതാണ്. ഇപ്പം ഉറങ്ങാൻ തോന്നുന്നു. ക്ഷീണം ഉണ്ടാവും. അനസ്തേഷ്യൻ്റെ ചെറിയ സ്വെല്ലിങ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഡോക്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ ആകുമ്പോഴേക്ക് ഓക്കെ ആവും. അപ്പോൾ ഈച്ചു സർജറി കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. എനിക്ക് കാണാൻ വയ്യ ഇങ്ങനെ നടക്കുന്നത്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടിയും തോന്നുന്നു. പാവം ക്ഷീണിച്ച് കിടന്നുറങ്ങുകയാണ്. അവന് ചുമ വരുന്നുണ്ട്. അതായത് അവനോട് ആകെ ഡോക്ടർ പറഞ്ഞ് ചുമക്കരുത് എന്നാണ്. പക്ഷേ എനിക്കറിയാം, എനിക്ക് ഈ നെയ്സറിൽ ചെയ്ത ടൈമിൽ എന്നോടാകെ പറഞ്ഞത് തുമ്മരുത് എന്ന്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുക തുമ്മാനാവും. എൻ്റെ നെയ്സറിൽ ഇതേപോലെ കഴിഞ്ഞാൽ. അപ്പോൾ അവൻ്റെത് വായിൻ്റെ ഉള്ളായതുകൊണ്ട് അവൻ ചുമ വന്നാലും തുമ്മൽ വന്നാലൊക്കെ അത് നല്ല പ്രഷറുള്ളെന്ന് വരുന്നതുകൊണ്ട് നല്ല പെയിൻ ഉണ്ടാവും. ആ 2-3 വട്ടം ഇങ്ങനെ ചുമച്ച് ഇങ്ങനെ കരഞ്ഞ് ഇപ്പോൾ കുഴപ്പമില്ല തോന്നുന്നു. ഇപ്പോൾ മെല്ലെ കടന്നിക്കണ്. കിടക്കുമ്പോൾ വലിയ പ്രശ്നമില്ല, മെല്ലെ കടന്നിക്കണ്. ഡോക്ടർമാരെന്താ പറഞ്ഞത്? ഓക്കെ ഫുഡിൻ്റെ ഇതും ഇതൊക്കെ നാളെ പറയാം. ഫുഡിൻ്റെ ഒക്കെ നാളെ പറയാന്നാണ് പറഞ്ഞത്. സ്ട്രോ ഉപയോഗിക്കണ്ടെന്നൊക്കെയാണ് മറ്റേ ഡോക്ടർ വന്ന് പറഞ്ഞു. സ്വെല്ലിങ് ഉണ്ടാവും, കുറച്ച് ദിവസം ഉണ്ടാവും. ഒരാഴ്ചൻ്റെ അടുത്ത് സ്വെല്ലിങ്. ഈ മുഖം ഇങ്ങനെ തന്നെ ഒരാഴ്ചൻ്റെ അടുത്ത് ശരിയാവാൻ. ഇങ്ങോട്ട് ആ ഇവിടെയൊക്കെ നീരുണ്ടാവും. ആ നീരങ്ങോട്ട് മാറന്നെ വേണം. നീര് മാറിയ ഓനിടാൻ മടിയൊന്നും ഉണ്ടാവില്ല. ഓന് കംബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാവും. തിരിച്ചു അതാവും ഓരോ സ്റ്റേജും, ബിഫോറും ആഫ്റ്ററും. അല്ല, അത് നല്ലതാണ്. കാരണം എന്താ വെച്ചാല് ചാവക്കര എപ്പോഴും ഓന് ബുദ്ധിമുട്ടേന്. നാവും വെട്ടുന്നതും പതിവ് കടിക്കലും 2 വർഷത്തോളം അതിലിപ്പോൾ ആ ക്ലിപ്പ് കൊണ്ട് ഇടങ്ങാറിങ്ങാണ്ട്. ഇപ്പം ക്ലിപ്പ് മാറിങ്ങാണ്ട് ഒക്കെ മാറി കുട്ടിൻ്റെ ആ ഒരു പഴയ ഒരു ഒന്നുമില്ലാത്തൊരു ക്ലിപ്പും ഇതൊന്നും ഇല്ലാതെ ഫ്രീ ആയി. ക്ലിപ്പ് ഇതിൽ പോയോ?
ഓ ക്ലിപ്പ് എത്ര കാലം ഉണ്ട് നീ? കഴിഞ്ഞപ്പോഴാണ് ക്ലിപ്പിന്റെ പണി കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ല. മാറ്റം വരാന്ന് പറഞ്ഞു ക്ലിപ്പ് ഇട്ട ഇനി ഈ ഫേസ് ഇപ്പുള്ള ഷേപ്പിനനുസരിച്ച് ആ പല്ല് വെക്കാറുണ്ട്, അതിനുള്ള ടൈറ്റ് ആക്കലും എന്തെങ്കിലും പണിയുണ്ട്. ഇനി ബാക്കിയുള്ള പണിക്കൊന്നും നമുക്ക് വെക്കും പോണ്ട, ഇവിടെ തന്നെ മറ്റേ അനൂപ് സാറ് നോക്കും. പിന്നെ മറ്റേ ഇയാള് മാസത്തിൽ വരുമല്ലോ ഒരു ഡോക്ടർ, അയാൾ കുട്ടപ്പനായ ഒരു ജീൻസൊക്കെ ഇട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇതെന്നാ അപ്ലോഡ് ചെയ്യാന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും എല്ലാവരും മാറാൻ പ്രാർത്ഥിക്കുക. പെട്ടെന്ന് ഷിഫ ആക്കി കൊടുക്കട്ടെ പഠിച്ചോനെ. ആമീൻ. ഓൻ്റെ പൂതി പോലെ നടക്കട്ടെ. ആ പൂതിയാണ്. നമ്മള് ഓന് ഞാൻ എങ്ങനെ കിടന്നായാലും എടുക്കണം ഏൽപ്പിച്ച്. അപ്പൊ വിചാരിച്ചാൽ നമ്മള് കണ്ടോണ്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നു. ഞാനിങ്ങനെ മറ്റേ അല്ല ഓനെങ്ങനെ പറഞ്ഞ് ഓൻ അതേപോലെ ഓൻ ജീവൻ വെക്കുമ്പോൾ ചോദിച്ചും വീഡിയോ എവിടെ ചോദിച്ചും ഉറപ്പാണോ ചോദിക്കും. ഓനത് വേണം, ഓൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റാണ്. അപ്പോൾ ഓനെ കാണാൻ പൂതി ഉണ്ടാവും. 2 കൊല്ലമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കൊല്ലമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഇതാക്കിയൊക്കെ ഇനിയിപ്പോൾ അതിനൊരു ഇപ്പം മാറി കുട്ടി അങ്ങനെ മാറ്റം വരികയല്ലേ, പുതിയൊരു ഇത് തുടങ്ങാനല്ലേ. വിളിക്കാട്ടോ. ഇനിയുള്ളവർക്കെങ്കിലും ചെറുപ്പത്തിലെ അറിഞ്ഞിട്ട് നമുക്കറിയാൻ പറ്റിയില്ലേ. ഇല്ല ഓൾ ഗുഡ്. ആ 8 to 9 ഇടയിലാണ്. 8-9 വയസ്സിൻ്റെ ഇടയിൽ അറിഞ്ഞില്ലെങ്കിൽ അതറിഞ്ഞ ജോ ഇതിട്ടാൽ മതി. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടുതൽ വളർന്നതാണ് എനിക്ക് തോന്നുന്നു. എൻ്റെ ആളാപ്പിൻ്റെ മൂക്കുണ്ട് ഇതേ പ്രശ്നം. പക്ഷെ ഇപ്പം ഞാൻ 6 വയസ്സായതുകൊണ്ട് ആ ക്ലിപ്പ് ഇട്ടാൽ മതി, മാറും. ഇതേപോലെ പറഞ്ഞത് വ്ളോഗ് ഇട്ടാലേ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് പിന്നെ ചെയ്യാൻ പേടിയില്ലല്ലോ ഉണ്ടാവും. അപ്പോൾ ഓൾക്ക് ഇത് കറക്റ്റ് കിട്ടും, ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഓൻ ഇതേപോലെ റെഫറൻസ് എടുത്തേക്കാം. ഓൻ ചെയ്ത് എന്തിനാ ചെയ്തൊരു ചെക്കൻ്റെ വീഡിയോ ഒക്കെ നോക്കി കുറേ കണ്ടുവെച്ചിന്, ചെയ്ത കുറേ ആൾക്കാരും കണ്ടിരിക്കണം. അപ്പോൾ ചെയ്യണവർക്ക് കാണും ചെയ്യാൻ വേണ്ടേ. എന്തായാലും അള്ളാഹ് ഷിഫാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. ഓർത്തോളൂ. ഇന്നലെ രാത്രി കുറച്ച് ബ്ലഡ് വന്നിരുന്നത് ക്ലീൻ ചെയ്യും. വലൈക്കും അസ്സലാം. നല്ല ടൈം. വലൈക്കും അസ്സലാം. കട്ട കുടിച്ചാലും നന്നായി നല്ല ക്ലീൻ ചെയ്തിട്ട് നോക്കാൻ പറഞ്ഞു ഡോക്ടർ. ലോണം ഇവിടെ ചുമന്ന് തടിച്ച് നിന്ന് എടുത്ത് വെക്കുക. നല്ല നല്ല എടുത്തോളി. അപ്പോൾ ഇപ്പച്ചിയും അഫിയും വന്നിട്ടുണ്ട്. എന്ത് ശരിയാണ്? ഓനവിടെ തരുത്തെടുക്ക്. ആ ബ്ലഡ് തുടച്ചപ്പോളേ ഡോക്ടർ പറഞ്ഞു എന്തറിയോ, ക്ലോട്ടായ ബ്ലഡ് അവിടെ കിടന്നു. ചെൽ ഫുഡ് കഴിച്ചോ? വേദനയേ ഉള്ളൂ. ഒരു ചോദ്യം. നല്ല വേദന. മേലെ കുറച്ച് ചുണ്ട് താഴത്തെ ചുണ്ടൊരു സമാധാനമല്ലേ. ചുമന്ന ആകെ കട്ട പിടിച്ചു പല്ലുമ്മലൊക്കെ ഉണ്ട്. അത് പിന്നെ നാളെ ഒരു ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോകും. എന്നാലും പുറത്ത് പോയടാ. അത് ഓരോ ദിവസം റെഡി ആവുക, അങ്ങനെ തന്നെ റെഡി ആവില്ലേ. ഡോക്ടറിനോട് സാൾട്ട് വാട്ടർ ഒക്കെ വൃത്തിയാക്കാനാണ് പറഞ്ഞത്. ചോര പോയത് അത് ഇന്നലെ വന്നില്ലേ, അപ്പൊ അതിങ്ങനെ കട്ട പിടിച്ചാവും. വെള്ളമിട്ട് കഴിച്ചപ്പോ വൃത്തിയായി. ലേശം എന്തെങ്കിലും വെള്ളം കൂടി കൊടുത്താളി. നിർത്തിയില്ലാതെ സമാധാനം തന്നെ.
ഒരു ചുണ്ടൊന്നും ഇങ്ങനെയല്ലേ ഇനി വേറെ കോലം. സർജറി പ്രമാണിച്ച് സ്കൂൾ ലീവാക്കിയ ഈച്ചോന് ഒരു മാസം റെസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു മാസം ലീവ് എടുക്കുന്നതാണ്. ഈച്ചോന്റെ കൂടെ ഊണിന് ഉറക്കത്തിലോ വേണമെന്നാ പറയണേ. സയൻസ് എടുത്ത് കോമേഴ്സ് ക്ലാസ്സിലാരും കണ്ടിക്കണേ. അങ്ങോട്ട് പോണേ കോമേഴ്സ് എടുത്തോ? എന്തിനാ കണക്ക് കണ്ടോ പേടിച്ചു കണ്ടനെ പോരുക. വെറുതെ കഥ എല്ലാരും അഭിപ്രായമാണ്. എനിക്ക് തല്ലെടുക്കാം, എനിക്ക് വേറെ എന്തൊക്കെയോ അല്ലേ. എന്തായാലും ഡോക്ടർ, MBBS, ഫിസിയോതെറാപ്പിസ്റ്റ്, നഴ്സിംഗിനൊന്നും പോണില്ലല്ലോ. എന്നാ പിന്നെ കോമേഴ്സ് എടുത്തോ. അടുത്ത പിന്നെ എന്തിനും പിന്നെ ചേരിയോ കോമേഴ്സ് ട്രെയിനിങ് പഠിച്ചോ. ഈച്ചോ എടുക്കണ്ടാന്ന്. ഹായ് ഗായ്സ്. ഈച്ചോന് കുറവുണ്ട് അല്ലേ? കുറവില്ലേ? ചെറുതായിട്ട് കുറവുണ്ട്. ഇന്ന് ഡേ 2 അല്ലേ? 2 തിരിച്ചു വരുന്നതാണല്ലേ. ഇമ്മച്ചിയുടെ ഉണ്ട്, ആനൂനെ കാണില്ല. പൈനാപ്പിൾ ലൈം കുടിക്കാൻ പൈനാപ്പിൾ ലൈം ചിരിക്കാൻ കഴിയാത്തോണ്ട് മനസ്സിൽ ചിരിക്കില്ലേ? മുകളിലുള്ള അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ക്ലീൻ ചെയ്തു. ആ വായിൽ കെട്ടിക്കിടന്ന ബ്ലഡ് ക്ലോട്ടായ ബ്ലഡൊക്കെ സിസ്റ്റർ ക്ലീനാക്കി. ഇവിടെ ഇവിടെ അതിഥികൾ, ഒരു അതിഥി കേക്ക് തിന്നാണ്. ഷുഗറുള്ള അതിഥി. ഷുഗർലെസ് അപ്പച്ചേ? ഷുഗർലെസ് ആണോ കേക്ക്? ലെവലാക്കാൻ വേണ്ടിട്ട് സ്കൂൾ ബാഗൊക്കെ എടുത്തില്ല അഫിയെ? ആ അല്ല, ഈ പഠിക്കുന്നോണ്ട് എവിടെ ഇരുന്ന് പഠിക്കാലോ എനിക്ക്. ഈച്ച് പറഞ്ഞൊക്കെ തരുവേ. വേറെ എന്ത് പറഞ്ഞോളി ഇന്നലെ? ഉള്ളിൽ എന്റെ സാധനം ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അതന്നെ. ഒന്നൊരു ദിവസം ഇട്ടാ മതി. ഇല കുപ്പാടാന്ന് നടക്കണം കേട്ടോ, പിടിച്ച് സർജറി ചെയ്താളൂ. അല്ല ഇങ്ങനത്തെ 2 ജോഡി ഇട്ട് തരട്ടെ? ഇട്ടടക്കണം, ഒരു തുണിയും ഇങ്ങനത്തെ ഷർട്ടുവാ വാങ്ങിച്ചു. ആ ഓൻ്റെ ടീഷർട്ട് ഉണ്ട്. അനിയനോടുള്ള സ്നേഹേ എനിക്കുള്ളോ കരുതിക്കണേ. ഇന്നലെ ഇവിടെ പാട്ടൊക്കെ ഉണ്ട് ഇറങ്ങാന്. വമ്പുറ്റാംസ റീൽ ഇറങ്ങാണ്ട് കഴിച്ചോ. വമ്പൊക്കെ പോയിന്ന് ഇന്നലെ പറഞ്ഞത് എന്താ അറിയോ വീഡിയോയില്? ഇതൊക്കെ കഴിഞ്ഞാലും ഞാനിതാ ഈ ചിരിച്ചിരിച്ചപ്പെടെ ഉണ്ടാവും. ഓ മനസ്സിൽ ചിരിക്കണ്ടല്ലേ? ഓന് ചുണ്ടേ തരുത്തെടുക്കുകയാണല്ലോ.
വമ്പറ്റ് എല്ലാവർക്കും കിടക്കാൻ ഓരോരോ സ്ഥലങ്ങൾ ഒപ്പിച്ചു കൊടുക്കുന്ന അമ്മച്ചി. ഔഫ്, വീട്ടിൽ പോലും ഇത്ര സൗകര്യം ഉണ്ടാവില്ലെന്ന്. ഏതാണ് ഇന്നലെ ഗൾഫ് കാക്ക അതിൻ്റെ ഉള്ളിലായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയായിട്ട് ഇരുന്ന് 1 2 3 4 എല്ലാവരും ഉണ്ട് ഇവിടെ. ഒന്നും ആയിട്ടില്ല. എത്ര ദിവസം നിൽക്കേണ്ടി വരും നോക്കാനാ അഫിയെ? അഫിയാൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇപ്പോഴത്തെ? സയൻസ് ഓർ കൊമേഴ്സ് ആണോ എൻ്റെ പ്രശ്നം? പിന്നെന്താ പ്രശ്നം? സ്കൂളിൽ പോണതാ പ്രശ്നം. പ്രീച്ചുവിനെ കാണാനായിട്ട് ഇവിടെ കുറേ നേഴ്സുമാരൊക്കെ വന്നിട്ടാ എന്താട്ടണേ അമ്മച്ചി ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. പ്രീച്ചി പേര് കൊടുക്കണത് അവിടെ. അനുവിനെ കാണാൻ വന്നതാണ്, അനുവിനെ ഈച്ചുവിനെ കാണാൻ വന്നതാണ്. പക്ഷെ രണ്ടാളും പൂ ഉറക്കാണ്. കുറേ മെസ്സേജ് അയച്ചിക്കണ. നിങ്ങൾക്കും ചെയ്യാം. നീഡില് ഇതേപോലെ മടക്കി മടക്കി പൊട്ടിക്കുക. ബ്രഷാണ് സ്വന്തമായി തേക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നാളെ എന്തായാലും ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളൊന്ന് ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഇവന് സ്വന്തമായിട്ട് കഴുകാൻ പറ്റുമെങ്കിൽ കുട്ടികളുടെ സോപ്പ് ബ്രഷ് മേടിക്കാം. കണ്ണാടി നോക്കി ചൂട് പയ്യെ മാറ്റി പിടിച്ച് ക്ലീൻ ആക്കി കൊണ്ടുപോകും. വലിയ കുഴപ്പമില്ല, വൃത്തിയുണ്ട്. അപ്പൊ സിസ്റ്റം ഒന്നും വൃത്തിയാക്കി പോകില്ല. ഡോക്ടർ ഒന്ന് എണീച്ച് ഇരിക്കാനും ജസ്റ്റ് നടന്നു നോക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് ഇരുന്ന് നോക്കുകയാണ് ആദ്യം. സെറ്റല്ലേ? സെറ്റല്ലേ? ഗായ്സ്, നമ്മൾ ഈച്ചുവിനെ വാക്ക് ചെയ്യാൻ പോവാണ്. ഈച്ചു നടക്കാൻ തുടങ്ങാം കേട്ടോ. കുറച്ചേരം നിർത്തിയിട്ട് എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ നടക്കാൻ തുടങ്ങും. ഇതിൻ്റെ സാധനം ഒരുക്കുന്നത്. അപ്പോൾ സമയത്തിന് കുറച്ച് നേരം നമുക്ക് ഇതാക്കാൻ പറ്റില്ല. കഴിഞ്ഞിട്ട് ഫ്ലൂയിഡ് ഇടാന്നാ പറഞ്ഞത്. അമ്മച്ചി ഈറ്റു ചിലപ്പോൾ ഞാൻ ജ്യൂസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടിയിൽ പോയി ജ്യൂസ് കൊടുത്തിട്ട് ഇനി ജ്യൂസ് കുടിക്കണമെന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. കുടിക്കാൻ കഴിയുണ്ടോ എന്ന് നോക്കുകയാണ്. തരിച്ചിക്കണോണ്ടാണ് ചുണ്ട് ഇതാക്കാൻ അറിയാത്ത. കുറച്ച് താത്തിയ പോലെ എല്ലാ താത്തണ്ടല്ലോ. മതി. തൊണ്ടനെ പറ്റുമ്പോൾ എന്ത് വിചാരിച്ചാൽ മതി, 2-3 ദിവസം ഉണ്ടാവും. സർജറിയുടെ പ്രശ്നമല്ല, ഇത് അനസ്തേഷ്യൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഒരു എന്താണ് ടിഷ്യൂവിൻ്റെ മറ്റേ സാധനം? നമുക്കൊരു ടിഷ്യൂ വാങ്ങണം കേട്ടോ. ഞാൻ വാങ്ങാം, ഞാൻ പോകാം. എൻ്റെ അടുത്തൊന്നും വെച്ചാൽ മതി. സോറി. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാണാൻ ഈ ഒരു ഇതില്ലേ മനസ്സിലായി. ഇതിൻ്റെ ഉള്ളിലാണ് നിന്ന ഭാഗത്തിൻ്റെ കട്ട് ചെയ്തിട്ട്
യോജിപ്പിച്ചു. ഇവിടെ ഇടുവാണെങ്കിലല്ലേ സ്ക്രൂ റോഡുണ്ട്. കുഴപ്പമില്ലേ? ഇതിൽ ഏറ്റവും ബെസ്റ്റ് സാധനമാണെന്ന് പറഞ്ഞു. ആ അതിന് ഭയങ്കര വിലയല്ലേ? ആ സാധനത്തിന് ഭയങ്കര ഇവിടെ ടൈറ്റാനിയോ? മറ്റേ ഇവിടെ 5000 കൂടുതൽ കേസ് ഇങ്ങനെ ഒന്നിനൊക്കെ സാധാ യൂസ് ചെയ്ത്. അത് കുറവാണേ, കുറച്ചൊക്കെ. ഇന്നിപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്തു. ഡോക്ടർ വന്നുങ്ങാണ്ട് ഇപ്പോൾ ഡോക്ടർ വന്നു, അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്തു, റബ്ബർ ഇട്ടു, പിന്നെ മറ്റേ എന്താണ് അനാറിൻ്റെ ജ്യൂസ്, ഇങ്ങനെ കുറേശ്ശെ വെള്ളം. ഇനിയിപ്പോൾ അവനോട് മെല്ലെ ഇരിക്കാൻ പറഞ്ഞേക്കുക, മെല്ലെ നടക്കാനൊക്കെ പറഞ്ഞേക്കുകയാണ്. അപ്പൊ ഇനി ഉറങ്ങാൻ ഉറക്ക് കുറവാണ്. ഇനി ഇന്നലെ ഉറക്ക് കുറവല്ലേ, ഇന്ന് ശരിയാവും ഇൻഷാല്ലാ. അല്ല പഴയ വേണ്ട സ്പേസ് ഉണ്ട്. കൈ കൊണ്ട് എന്തേ ആക്കിക്കളാം, ഡാഡിക്ക് ഒരു സമാധാനം ആയിക്കോട്ടെ. ഒന്നും പറയില്ല. കൈ കൊണ്ട് ഇങ്ങനെ ആയിക്കാള്. ആരോ വന്നു. ആരോ അല്ല, ഷാനു ഇക്ക. നോക്കാൻ ആള് വന്നിക്കണ്. പിന്നെ നോക്കാൻ വന്ന ആളുതാ. അങ്ങനെ ഈച്ചു നിന്നിട്ടോ, എന്താ ഷർട്ടൊക്കെ ഇട്ട്, ഹവായി ഷർട്ടൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങിയാണ്. നടക്കാൻ തുടങ്ങിട്ടോ. ഈ വട്ടത്തിൽ നടക്കുക. ഇനി അതിലാവൂല കേട്ടോ. ഈച്ചു നടക്കാൻ തുടങ്ങി, ഫുൾ ഓൺ ഫുൾ പവർ. സർജറി ചെയ്ത് പിറ്റേ ദിവസം തന്നെ നടക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് വരുന്ന സെറ്റത്. അത് ഒരു റൗണ്ട് അടിക്കാം കേട്ടോ. ഇങ്ങനെ ഇതാ. അത് നമ്മൾ റൂം അവിടെ പച്ചിക്കുണ്ട്, ആ നിൽക്കുന്ന റൂമേനി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. സെക്കൻഡ് റൗണ്ട് അടിക്കാൻ പറ്റുമല്ലോ, അടിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, ഒരു സീനുമില്ല. ഇതാണ് മെൻറ്റാലിറ്റി മാറ്റേഴ്സ്. എന്നെ നോക്കാം കൂറ്റമ്പാറയിൽ നിന്ന് 2 ആൾക്കാർ വന്നിക്കിടന്നു. ചെസ് നമ്പർ 1 ഭാഗം കേട്ടോ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ചെസ് നമ്പർ 2 അത് കുറച്ച് പ്രശ്നമാണ്. എന്നോട് പറഞ്ഞത് കുറച്ചൊന്ന് ഉറങ്ങട്ടെ, ഞങ്ങൾ പോകുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. സ്റ്റാൻഡർ സ്കൂളൊക്കെ പോയി കൊയങ്ങി വന്ന് കിടന്നുറങ്ങണമാരുണ്ട്. എന്താ അറിയോ, ഒരു
വന്ന ക്ഷീണം മാറ്റിയിട്ട് പിന്നെ നോക്കുള്ളൂ. ഒരു വന്ന ക്ഷീണമാണ് മാറ്റി കൊണ്ടിരിക്കുക. രണ്ടാളും ഒരുമിച്ചാണ് മാറ്റണം. ഒത്തൊരുമ. അതെ, ക്ഷീണം മാറ്റിയിട്ട് പിന്നെ നോക്കും. ഓനതിന് കാത്തിക്കുക ഓലെ ക്ഷീണം മാറാൻ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആക്ച്വലി കുറച്ച് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഈശ്വരൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ഈശ്വരൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 2 ദിവസമായിട്ട് നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ വെച്ച് ഈച്ചു, അഫി, ഞാൻ, ഷാന, നബീൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ നബീലും ഷാനും എനിക്ക് ഹെൽപ്പിനോട് എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ മിർഷാദ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ആക്ച്വലി ഇത് കുറച്ചായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള സർജറി കുറച്ചായി. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ, ആഫ്റ്റർ സെപ്റ്റംബർ സമയത്ത് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ നേരത്തെ ചെയ്യാൻ ഇനി ക്ലാസ്സസും +2 കഴിഞ്ഞിട്ട് ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുമ്പ് തന്നെ ചെയ്ത് റെഡി ആവുന്ന രീതിയിൽ ഇൻഷാല്ലാ അങ്ങനെ ചെയ്യാനുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം സർജറിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. ഡോക്ടർ തന്നെ ചെയ്തു. ഒരു മണിക്ക് കയറി 6 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചറിഞ്ഞു. കുറച്ച് നേരം ഒബ്സർവേഷൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ തീവ്രവാദിയാ ഞങ്ങൾക്ക് ആർക്കും കണ്ടു വെക്കാനുള്ള ഒരു എല്ലാവർക്കും നമുക്ക് എന്തൊക്കെയെന്ന് പറയാൻ അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെ കാണുമ്പോൾ കാരണം കൈ കൊണ്ട് ഫുൾ ആക്ഷനാണ്. അപ്പോൾ ഇന്നത്തെ ഫുള്ള് ഗൈസ് അഫീൻ്റെ ബർത്ത്ഡേ ആണ്. എവിടെ അത് എനിക്കത് കഴിയില്ല കേട്ടോ ഗൈസ്. റെക്കോർഡിംഗ് ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ സാധനം സെറ്റ് ചെയ്ത് കാണുന്നത്. ഇതിന് എനിക്ക് പറയാൻ വാക്കുകളില്ല. അവൻ്റെ ബർത്ത്ഡേക്ക് ഡേറ്റ് ആലോചിച്ചു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമിലും സർജറി ചെയ്ത് കിടക്കുന്ന ടൈമിലും കറക്റ്റ് ഡേറ്റ് ഓർമ്മിക്കുന്ന സാധനം വാങ്ങി ഉമ്മ ഇപ്പോൾ കൊടുക്കണ്ട. എല്ലാവർക്കും അതും അമർത്തിയിട്ട് ഹസ്ബൻഡ് കയ്യിൽ തന്നെ വാങ്ങേ കൈക്ക് കൊടുത്തോണേ. കടന്നട്ടാ. അപ്പം ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അഫിനെ ക്ഷണിക്കും. ഓപ്പൺ ചെയ്യും. മതി. ഹായ് ഗൈസ്, അപ്പോൾ ദിസ് ഈസ് ഡേ 3 ഡേ 3. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാൻ ഷാർത്താരോടെ നിന്നത്. ഷാർത്താരോടെ നിന്നിപ്പോൾ നമ്മളൊരു 11 മണി ആ ടൈമിൽ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ആദ്യം പറ്റിയ ഹാപ്പി ന്യൂസ്, ആദ്യം കേട്ട ഹാപ്പി ന്യൂസ് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ആണ്. പിന്നെ ഡോക്ടർ പറഞ്ഞത് തുടങ്ങി അമ്മച്ചേ. ഡോക്ടർ എന്താ പിന്നെ വീട്ടിൽ ചെല്ലുക, നല്ലോണം വെള്ളം കുടിക്കുക, നല്ലോണം ജ്യൂസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ എല്ലാ ജ്യൂസുകളും കഴിക്കുക, വായി ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നു. വായി ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ പഠിപ്പിച്ചു തന്നു. പിന്നെ മെല്ലെ മെല്ലെ നടക്കുക, കുറച്ചും കൂടി കണ്ണാടിയിൽ നോക്കിയിട്ട് ഇവൻ്റെ കൂടെ ഉള്ള ആളും ഇവനും പിന്നെ ഒരുമിച്ച് സർജറി കഴിഞ്ഞിട്ടുണ്ട്. അയാളിലേറെ ബെറ്റർ ആയത് ഈച്ചുവാണ്. ഓൻ്റെ കോൺഫിഡൻസാണ് അതിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷത്തിലാണ് ഡോക്ടറും ഡോക്ടർ ടീമും ഒക്കെ. പവർഫുള്ളാണ് ഞങ്ങൾ. ഉഷാറായിക്കുന്നത്. നമുക്ക് ഒരാഴ്ച എന്തായാലും ഇങ്ങനെ വെള്ളത്തിൽ തന്നെ വണ്ടി പോകും. ഡ്രിങ്ക്സ് ജ്യൂസുകളിലെ ഒരു ഗ്ലാസ് ജ്യൂസേ ഞാൻ ഉണ്ടാക്കുള്ളൂ ഓരോന്നും. രണ്ടാമത്തെ ഗ്ലാസ് ഉണ്ടാക്കൂല. അതിനോട് ആരും കാത്തിക്കണ്ട, എല്ലാവരും സ്കൂളിൽ പോവുക. അത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അല്ലേ? കുറച്ച് കുറച്ചേ കുടിക്കുള്ളൂ. അവിടെ ആ ജ്യൂസിന്റെ അടുത്ത് വേറെ ഈച്ചകളൊന്നും വരേണ്ടതില്ല. പിന്നെ എന്റെ കുട്ടി റെസ്റ്റിലാണ്. ഈ കുട്ടി റെസ്റ്റിലാണ്. വേറെ വാപ്പച്ചി എച്ചന്മാരൊക്കെ സ്കൂളിൽ പോകേണ്ടതാണ്. മറ്റു സ്റ്റുഡൻസ് സ്കൂളിൽ പോകേണ്ടതാണ്. ടീച്ചറാണെങ്കിലും ഉമ്മച്ചി ലീവാണ്. എന്നിട്ട് ഈ അടുക്കള മണിക്ക് എടുക്ക് എന്റെ കുട്ടീനെ ശരിക്കും നോക്ക്. ഞാൻ നോക്കും, പക്ഷെ ലീവ് എടുക്കാൻ തരണം. ഞാൻ നോക്കണ മാതിരി നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ മാതിരി എനിക്ക് നോക്കാം. എന്റെ കുട്ടി ഏതായാലും ഒന്ന് ജീവൻ വെക്കണത് വരെ ഞാൻ കൂടണ്ട്. ഞാൻ ലീവാണ്. കാരണം മോനെ താഴെ തന്നെയാണ് ബെഡ് അറേഞ്ച് ചെയ്തിരിക്കണത്. താഴെ 2 റൂം മോനെ മാറ്റിയിട്ടിരിക്കണേ. ഹാളുണ്ട്, വിസിറ്റേഴ്സ് വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇൻഫെക്ഷൻ വരാതൊക്കെ ഞങ്ങൾക്ക് നിർബന്ധമാണ്.
അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഇൻഷാ അല്ലാ. ഞാനും അയച്ചമാത്തി ചേച്ചി അനു ഉണ്ടാവും കുറച്ച് ദിവസം. അനുവിന് വലിയ ഏർപ്പാടുകളൊന്നും എടുക്കില്ല. അനു കൂടെ ഉണ്ടാവും. വൈകുന്നേരം രാത്രിയൊക്കെ നോക്കാൻ അഫി ഉണ്ട്. നൈറ്റ് ഡ്യൂട്ടി അഫിക്കാണ്. അഫിക്കും ഉപ്പാക്കും നൈറ്റ് ഡ്യൂട്ടി. ഇപ്പച്ചിക്ക് ജ്യൂസ് അത്ര കിട്ടിയത്. ഇന്നലെ എക്സ്ട്രാ ഷുഗർ ഇട്ട ജ്യൂസ് വലിച്ചു കുടിച്ചിക്കണം ഇന്നലെ. ജ്യൂസ് ഇന്നലെ രാത്രി ലൈമും കുടിച്ചു. ഈ ചുരു ലൈമും കൊണ്ടെന്ന് വെച്ചു ആരും കുടിച്ചില്ല. വെറുതെ കളയണ്ടല്ലോ ഷുഗർ ആണെങ്കിൽ. നല്ല ഷുഗർ ആയതുകൊണ്ട് ഫുള്ള് കുടിച്ചെന്നൊക്കെ. പക്ഷെ അതുകൊണ്ട് എന്താ അറിയോ, ഉറക്കം കിട്ടിയിട്ടില്ല. ഇപ്പച്ചി നേരത്തെ കാലത്ത് എണീറ്റ് ടീച്ചറിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇന്നലെ ഒന്ന് കിടന്നുറങ്ങി കുറച്ചേരം. 3 മണിക്ക് ഇപ്പച്ചി ഈച്ചു ചുമച്ചത് കേട്ടിട്ട് എണീച്ച് വെള്ളമൊക്കെ കൊടുത്തു. ഇപ്പച്ചി അങ്ങനെ ഇപ്പച്ചി ആരും ഇല്ലാത്ത സമയത്താണ് ഇപ്പച്ചി ആക്റ്റീവായിട്ട് ചെയ്യല്. ഇപ്പച്ചിക്ക് ഉണരാൻ പറ്റി ആ ഷുഗർ ഉള്ളതൊക്കെ കുടിച്ചോണ്ട്. ഞാൻ നല്ല ഉഷാറായിട്ട് ഞാൻ ഉറക്കം ശരിയാകാത്തോണ്ട് ഞാൻ ഈച്ചും ഒരുവിധമൊക്കെ ലയിച്ചു. ഇന്നലെ നമ്മൾ ഉറങ്ങിയില്ലേ? ഇന്നലെ സുഖമായിട്ടൊന്നും ഉറങ്ങിയില്ലേ? അല്ലേ? രണ്ടാളും അഞ്ഞമ്മ ഞാൻ ഉറങ്ങിയിട്ടില്ലേ? കുട്ടി ഞാനും അനു ഉറങ്ങിയിട്ടില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ ഉറക്കം. എല്ലാവർക്കും ഉറക്കം ശരിയായി. ഇന്നിപ്പോ പോയി ഒക്കെ മാറ്റി. എനിക്ക് ശരിയാക്കണല്ലോ. എല്ലാരും ഓക്കെയാണ്. പാട്ടൊക്കെ പാടുണ്ട്. ഓക്കെ. വായൊക്കെ തുറന്ന് മെല്ലെ ഇപ്പൊ എത്ര നേരം സ്പോട്ടിഫൈയിൽ പാട്ടൊക്കെ കേട്ട് പാട്ട് ഇങ്ങനെ ഹലോ അങ്ങനെ വർത്താനം പറയാനൊക്കെ കഴിയൂ. നോ സീൻ. ഇന്നലെ ടി വി ഓണാക്കി ചെയ്യുന്നുണ്ട്. ഇന്നലെ ചെറിച്ചൊക്കെ ചെയ്തിനി. ഇന്നലെ പാലും പഴവും പെരും ചെറിയനി. അതാണോ മെയിൻ ആയിട്ട് കാട്ടുക. നമ്മളോട് ചെറിച്ച് തരുന്ന അങ്ങനെയുണ്ടോ? ചുണ്ടിങ്ങനെ കാട്ടും. ഒന്ന് റെഡിയാ? ചുണ്ടിങ്ങനെ നനക്കലുണ്ടോ? ഈ ഒരൊറ്റ സൈനാണ്. ചെലപ്പോ ചിരിക്കുന്നതായിരിക്കും, ചെലപ്പോ കൊച്ചളക്കുന്നായിരിക്കും. ആണ്. ഇങ്ങോട്ട് വരൂ. വന്നിട്ട് അതും കൂടി എടുത്തിട്ട് നമുക്ക് ഈ വ്ളോഗ് ഏകദേശം എന്റെ അല്ലേ എന്റെയും ഭക്ഷണം പറഞ്ഞോ? ഭക്ഷണം കഴിച്ചിട്ട് പോകാന്നാല് നിങ്ങൾക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തല്ലേ? അപ്പൊ അത് കഴിച്ചിട്ട് സമ്മറിയും ഡിസ്ചാർജ് മെഡിസിനും കറക്റ്റ് അവർ വിടാൻ പറ്റും. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഹായ് അസ്സാം വലൈക്കും. അപ്പം നമ്മളെ ഇന്നത്തെ 3rd ഡേ ആണ് മിംസ് ഹോസ്പിറ്റലിൽ. അപ്പം ആദ്യത്തെ ഡേനേക്കാളും 2ാമത്തെ ഡേ അവൻ ബെറ്ററായി. 3ാമത്തെ ഡേ മാഷാ അല്ലാ അതിനേക്കാളും അവൻ ബെറ്ററായി. വേദന ചെറിയ വേദന എന്തായാലും ഉണ്ടാവും. പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന ഇനി ഫസ്റ്റത്തെ 2 ദിവസം. ഇന്നലെയൊക്കെ നല്ല കുറച്ച് ബെറ്റർ, അതിനേക്കാളും കുറേ ബെറ്ററായി. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ സർജറി ചെയ്ത ആൾക്കാരെക്കാളും നല്ല ബെറ്റർമെൻ്റ് അവനുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 4-5 ദിവസം കൊണ്ട് കിട്ടുന്ന ഡിസ്ചാർജ് 3ാമത്തെ ദിവസം തന്നെ കിട്ടി. അപ്പം ഇനിയിപ്പം മെസ്സിയും ഈച്ചും അഫിയും ഇപ്പച്ചും എല്ലാവരും പോവുകയാണ് ഇവിടുന്ന്. ഇനി വീട്ടിൽ പോയിട്ടാണ് കാര്യങ്ങളെല്ലാം. അപ്പം 3 ദിവസം ഹോസ്പിറ്റലിൽ വളരെ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ കുറവ് ദിവസം. ഞാൻ എത്ര ദിവസം 14 11 അവിടെ കിടന്ന് കോട്ടക്കല് 11-12 ദിവസം കിടന്നു. അപ്പം അവിടെ വെച്ച് നോക്കുമ്പോൾ ഇവൻ ഇത്രയും വലിയ പരിപാടി കഴിഞ്ഞിട്ടും അവൻ്റെത് 3 ദിവസം കൊണ്ട് കഴിഞ്ഞു. മാഷാ അല്ലാ അവൻ്റെ കരുത്തുകൊണ്ടും ഓൻ്റെ ഊർജ്ജസ്വലത കൊണ്ടും. അപ്പം നമുക്ക് ഇവിടെ ഏറ്റവും സെറ്റ് നമ്മൾ വരുന്ന ടൈം മുതൽ ഈ സമയം വരെ നമ്മൾ ഓരോ ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും എനിക്കെപ്പോഴും ഇപ്പം ഞങ്ങളെ ഫാമിലി മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വരികയാണെങ്കിലും ഇമ്മ വരികയാണെങ്കിലും ആര് വരികയാണെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും സെറ്റ് ഹെൽപ്പിന് ഉണ്ടാവുന്ന ഒരാളാണ് മിർഷാദ് ക. അപ്പോൾ മിർഷാദ് കാക്കുള്ള തംസപ്പാണ് കേട്ടോ ഇവിടെ കൊടുത്തത്. മിർഷാദ് കാ തംസപ്പ്. അപ്പോൾ ഏറ്റവും സെറ്റ് നമ്മളെ വന്നപ്പോൾ തൊട്ട് പോകണ സമ്മറി വരെയുള്ള കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത മിർഷാദ്ക്കാണ്. അപ്പോൾ ഞങ്ങളെ യൂട്യൂബ് ഫാമിലിയുടെ
എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച് മിർഷാദ് ഖാ ഫോർ ഓൾ ദ ഹെൽപ്പ്. താങ്ക് യു സോ മച്ച് ആസ്റ്റർ മീംസ്. അപ്പം ഞങ്ങളിന്ന് ഇറങ്ങും. ഇനി ബാക്കി വീഡിയോസ് വീട്ടിലെത്തിയിട്ട് കാണാം. ആഫി എടുത്ത് കൊടുക്കൂലേ വണ്ടി പോകണമെന്നൊക്കെ നല്ല നല്ല അങ്ങനെ എടുത്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ. ഇന്നലെ അവൻ്റെ വായ ഫുള്ള് നല്ല ചുന്ദരനാക്കി ടെൻഷൻ ഓനെ പറ്റി എന്താ അഭിപ്രായം? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഒരു മുണ്ടലുണ്ടാവും നിങ്ങളോട്. അതെ, ഒക്കെ റെഡി ആയിട്ട് വരുന്നുണ്ടോ സംസാരിക്കാനാവുമ്പോ. അമൃത. ഇറങ്ങി വരും. ഇല്ലാന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ അമൃതനെ താത്തി കൊണ്ടുപോയി പൊന്തി വരും. ഞാൻ ചോദിച്ചു എത്ര ചിരിച്ചേ ഞാൻ തിരിച്ചു തുടങ്ങി. രാത്രി ക്യാനുലൊക്കെ ഊരി എല്ലാം ഊരി പോകാൻ ഏകദേശം റെഡിയായി നിൽക്കുകയാണ് അല്ലേ? പോവുകയാണ്. പിന്നെ ബർത്ത്ഡേൻ്റെ അവൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു ഐശ്വര്യം കണ്ടങ്ങള് അന്നാ വേണ്ട ഡിസ്ചാർജ് ആയി. 29-ാം തീയതി ഒരു ഐശ്വര്യമാണ് നമ്മളപ്പോൾ കാണുന്നത്. കട്ട് ചെയ്തു, വാച്ച് അയച്ചു വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോവാണിതാ. ബായ്. ഫ്ലാഗ് ഞങ്ങള് പിന്നെ ഇല്ലാട്ടോ. അപ്പം നമ്മൾ ഇറങ്ങാനായി. അനസ്ക പോയാ ഉള്ളിൽ കയറില്ലേ? അപ്പം നമ്മളിതാ ഷാനത്തനോട് കയറിയാണ്. ഇത് കുറച്ച് ചാരി ഇട്ടെടുത്തിട്ട് വേണം. ഓക്കെ. ബാക്കിലുണ്ട് അവിടെ പാർക്കിങ്ങില്. നമ്മൾ ഇറങ്ങാനായിട്ട് ഈ ഫ്രണ്ട് സൈഡിലിരുന്നാണ് അപ്പച്ചി ഡ്രൈവിങ്, ഞാനും അമ്മച്ചി ഇറങ്ങിയാണ്. പെങ്ങൾ പെരപ്പെട്ട ഗൈസ്. ജ്യൂസുകളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഏകദേശം ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് 1 വീക്കായി. ഞാൻ വീട്ടിലെത്തിയിട്ട് ഫസ്റ്റത്തെ ഒരു 1-2-3 ദിവസം ഒന്നും അത്ര വീഡിയോ എടുക്കാൻ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ലേനു. ഞാൻ നല്ല റെസ്റ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം അൽഹംദുലില്ലാ കുഴപ്പമില്ല, ബെറ്ററായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ നല്ല പൊടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ. കുറേ പേർക്ക് ചിലപ്പോൾ തോന്നും എന്തിനാ ഈ ഒരു അവസ്ഥയിലും വീഡിയോ എടുത്തത് കാര്യങ്ങളൊക്കെ തോന്നും. അപ്പോൾ ഇതൊന്നും ആരും എന്നോട് പറഞ്ഞിട്ട് ചെയ്തതല്ല, എൻ്റെ സ്വയം നിർബന്ധപ്രകാരം ഞാൻ തന്നെ ചെയ്തതാണ്. കാരണം എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. എൻ്റെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഞാനെങ്ങനെയാണെന്ന് എനിക്ക് കാണാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ പറഞ്ഞതായിരുന്നു സത്യത്തിൽ വീഡിയോ. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ഇടണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലേനു. പക്ഷേ ഇങ്ങനെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എല്ലാവർക്കും കാണാമെന്നുള്ള രീതിയിൽ എല്ലാവർക്കും അത് ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ. ഈ സർജറി ചെയ്യാൻ പോണവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇട്ടത്. ഇത് ശരിക്ക് എനിക്ക് സർജറി ചെയ്ത ടൈമിൽ എനിക്ക് അത്ര കറക്റ്റ് ബോധമില്ലേനു. പിന്നെ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് ഞാനിങ്ങനെയൊക്കെ അതിനുണ്ടായിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോസ് ആയിരുന്നു.
ചിലവർക്കൊക്കെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് കാണിക്കാനോ ഒക്കെ ചിലപ്പോൾ മടിയുണ്ടാവും. പക്ഷേ എനിക്ക് അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വെല്ലിങ് ഉണ്ടാവും. സ്വെല്ലിങ് എങ്ങനെ ആയാലും മാറാൻ നല്ല ടൈം എടുക്കും. കാരണം അത് അത്ര പെട്ടെന്ന് കുറയില്ല. മെല്ലെ മെല്ലെ ഒരു 1 മന്ത് ഒക്കെ എടുത്തിട്ടേ മെല്ലെ മെല്ലെ സ്വെല്ലിങ് ഒക്കെ കുറഞ്ഞു വരുള്ളൂ എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. നമ്മൾ നല്ല റെസ്റ്റ് എടുക്കുകയൊക്കെ വേണം. അപ്പോൾ വീഡിയോയിൽ എനിക്കിങ്ങനെ ഫേസ് കാണിക്കണതിനോ ഇതിനൊന്നും പ്രശ്നമില്ല. പിന്നെ മൂക്കൊന്നും വായിന്നൊക്കെ ഈ പുതിയ ചോരയല്ല, അതായത് സർജറി ചെയ്ത ടൈമിൽ ക്ലോട്ടായി കിടന്ന ബ്ലഡൊക്കെ ഉണ്ടാവും. അത് കഫായിട്ടൊക്കെ ചിലപ്പോൾ വരും. അതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ഡോക്ടർമാർ പറയും. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ എണീച്ച് നടക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ ഡോക്ടർമാരെ സജഷൻസ് അനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും അതിനനുസരിച്ചൊക്കെ ചെയ്യുക. ഞാൻ ചെയ്യണത് കണ്ടിട്ട് ചെയ്യേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളോട് ഡോക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങളും ചെയ്യുക. പിന്നെ ഇപ്പം ഞാൻ സംസാരിക്കണതിൽ ചെറിയൊരു ഇതുണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ 2 സൈഡും അതായത് വായിൻ്റെ ഉള്ളിൽ പല്ലുമ്മ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് വായ വല്ലാണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഒരു ലിമിറ്റിലേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സംസാരം ഇങ്ങനെ ഉള്ളത്. ഇപ്പോൾ അത് നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്. പിന്നെ കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടായിരുന്നു എവിടെ നിന്നാണ് സർജറി ചെയ്തത്, ആരാ ചെയ്തതെന്നൊക്കെ ഉള്ളത്. ഞാൻ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ നിന്നാണ് സർജറി ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡോക്ടർ പ്രമോദ് സാറാണ് എൻ്റെ സർജറി ചെയ്തത്. പിന്നെ കുറേ പേര് ചോദിച്ചു കോസ്റ്റ് എത്രയായി എന്ന്. ഞാൻ കോസ്റ്റ് പറയാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പലതിനും പല കോസ്റ്റാണ് വരിക. കാരണം ഇതിൻ്റെ ഉള്ളിൽ വെക്കണ ഇംപ്ലാൻസിൻ്റെ എണ്ണത്തിനും ഇതിനൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഓരോ കേസിനും ഓരോ ഇതാണ് വരിക, ഓരോ കോസ്റ്റാണ് വരിക. അതുകൊണ്ടാണ് ഞാൻ കോസ്റ്റ് പറയാത്തത്. പിന്നെ മിംസിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇർഷാദ് ഖാനെ. അപ്പോൾ അങ്ങനെ കുറച്ച് അറിയുന്ന ആൾക്കാരും ഒക്കെ ഉള്ളത് കൊണ്ടൊക്കെയാണ് ഞാൻ മിംസ് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം. വേറെ കുറേ സ്ഥലത്തും ഈ സർജറി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. സർജറിൻ്റെ ടൈമിലാണെങ്കിലും അവിടെ അമ്മച്ചിയും ഉപ്പച്ചിയും അഫി അനു എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഷാനത്ത് ഉണ്ടായിരുന്നു. ഷാനത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു താത്താനെ പോലെയാണ് എനിക്ക്. പിന്നെ ഷാനത്താൻ്റെ വീടും അവിടെ കോഴിക്കോട് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ തന്നെ വിളിച്ചതായിരുന്നു. ഡിസ്ചാർജ് ആയി പോണ വരെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു ഷാനത്ത. പിന്നെ ഇതിലെ ഫേസിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ റെഡി ആയി വരാൻ നല്ല ടൈം എടുക്കും. ഇപ്പോൾ ഒരു 3 മാസം തന്നെ കഞ്ഞി അങ്ങനത്തെ പോലത്തെ ഐറ്റംസൊക്കെ പറ്റുള്ളൂ. ഇപ്പം ഞാൻ വെറും ജ്യൂസാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് വായ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ചവക്കാനും പറ്റില്ല. അതിനുള്ളതൊന്നും ഫുഡ് കഴിക്കാനൊന്നും ആയിട്ടേ ഇല്ല. എന്ത് ഫുഡ് കഴിക്കാനും ആയിട്ടില്ല. ഇപ്പോൾ വെറും ജ്യൂസ്, ചായ അങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ കുടിക്കുന്നത്. പിന്നെ പല്ലല്ല, അതായത് മൊത്തത്തിൽ ഇവിടെയൊക്കെ ജോയൊക്കെ സ്ട്രോങ് ആയി കഴിഞ്ഞാലേ ലൈറ്റായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ. അതൊക്കെ ഡോക്ടർമാർ പറഞ്ഞു തരും ടൈം ആകുമ്പോൾ. നമ്മളെ ബോണിൻ്റെ ഈ ഒരു കറക്റ്റ് സ്ട്രോങ് ആയി വരാനൊക്കെ അറ്റ്ലീസ്റ്റ് 1 year ഒക്കെ എടുക്കും മൊത്തത്തിലൊന്ന് സെറ്റാകാൻ കേട്ടോ. നമുക്ക് സ്വെല്ലിങ്ങൊക്കെ കുറയാനൊരു 1 or 2 months ഒക്കെ മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഇനി വീഡിയോസായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സർജറി ചെയ്യാൻ പോണവർക്ക് അത് യൂസ്ഫുൾ ആവുമെന്നും കൂടിയും വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഇങ്ങനെ ഇത്ര രീതിയിൽ ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ആ കമൻറ്റും ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇനിയും വീഡിയോ ഇട്ടാൽ ആൾക്കാർക്ക് അത്രയും അതിനെപ്പറ്റി നോളജ് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.